അലൈക്കും. സജന ഹക്കി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ കുഞ്ഞടക്കളയിൽ ഇന്ന് ഫുഡിൻ്റെ കലവറയാണ് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? തനി നാടൻ സ്റ്റൈലിൽ വീട്ടമ്മമാരൊക്കെ ഒരുക്കൂലേ, അതുപോലത്തെ ചക്ക കൊണ്ട് ഉപ്പേരി അങ്ങോട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ തന്നെ എന്താണെന്ന് അറിയണ്ടേ? ദോശ മാവ് നല്ലപോലെ അങ്ങോട്ട് പൊന്തി വന്നത് കണ്ടില്ലേ? നല്ലപോലെ പതഞ്ഞ് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ദോശ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? പാത്തൂസ് മദ്രസയ്ക്ക് പോയിട്ടില്ല കേട്ടോ. മോൻ മദ്രസയിൽ പോയിട്ടോ. അപ്പോൾ പാത്തൂസ് ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉമ്മ ഒരുക്കാനുള്ള പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് അടുക്കളയിലത്തെ പരിപാടികളൊക്കെ വേഗം അങ്ങോട്ട് തീർക്കാനുള്ളൊരു ഒരുക്കത്തിലാണ്, ധൃതിയിലാണ് കേട്ടോ. എന്നാലാണ് പാത്തൂസിനെ ഒരുക്കിയാൽ തന്നെ വേഗം തന്നെ അവളെ കൂടെ മദ്രസയിലേക്ക് കൊണ്ടാക്കാൻ പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ദോശ അങ്ങോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വളരെയധികം വ്യൂസും ലൈക്കും വളരെയധികം കുറവാണ്, സപ്പോർട്ട് കുറവാണ്. സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ശേഷം വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് നിങ്ങൾക്ക് എന്തായിരുന്നു? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിന് കൊഴുവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് കൊഴുവയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ രുചികരമായ മീൻകറി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണ്ടേ? അപ്പോൾ അതിലേക്ക് ചെറുള്ളി, തക്കാളി 2 അരിഞ്ഞത്, പിന്നെ പെരിഞ്ചീരകം, ഇഞ്ചി, കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എന്നിവ ചേർത്ത് ഇങ്ങായിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച്, അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ നമ്മുടെ മീൻകറിക്കുള്ള അരപ്പ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതായി അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് കൊടുത്താലോ? അങ്ങനെ ചട്ടി വെച്ച് കൊടുത്തു. പാകത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ഉലുവ ഇട്ടു. ഉലുവ പൊട്ടിയ ശേഷം ചെറുള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുത്തു. നമ്മൾ അടിച്ച് വെച്ച അരപ്പില്ലേ, അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി. പിന്നെ പുളി പിഴിഞ്ഞത് പാകത്തിന് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം പച്ചമുളക്, പാകത്തിന് ഉപ്പ്, എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് എന്ത് ചെയ്യണം? മിക്സാക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം കേട്ടോ. മീൻ കറി അങ്ങോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ചക്ക കൊണ്ട് ഉപ്പേരി വെക്കാൻ പറ്റുമോയെന്നറിയില്ല, എന്തായാലും ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ, ഉപ്പേരിക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് സെറ്റാക്കി തരാം, നീ ഉപ്പേരി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കേ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ഉമ്മ അങ്ങോട്ട് ചക്ക മുറിച്ച് അങ്ങോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉപ്പേരിക്കുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മീൻകറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മീനൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയൊരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി സെറ്റായി വന്നു കേട്ടോ. അതിന് ശേഷം അതിലേക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് തൂകിക്കൊടുത്ത് കറി അങ്ങോട്ട് തൂളിച്ചെടുത്തു കേട്ടോ. ഇനി അടുത്ത പണി, ചോറൊക്കെ വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് വാർത്ത് വെച്ച ശേഷം മിളക് പറ്റി സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചില്ലേ, അത് ഫ്രൈ ചെയ്യണം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്ന ശേഷം
വെട്ടിത്തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതാ മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഇതാ പാത്തൂസ് പിന്നാലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് കൊഴുവ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം ഒരു പ്ലേറ്റ് എടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് 3-5 കൊഴുവ വറുത്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ഇതാ ഫ്രൈ ചെയ്യാനിതാ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ ഫ്രൈ ചെയ്ത ശേഷം തനി നാടൻ സ്റ്റൈലിൽ എന്തുണ്ടാക്കാം, ചക്ക കൊണ്ടൊരു ഉപ്പേരി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. എന്നാലാണ് ചാനലൊന്ന് ഉഷാറാവുള്ളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അങ്ങനെ നമ്മുടെ പകുതി ചക്ക എന്താട്ടി ഉപ്പേരി വയ്ക്കാൻ ഏതാ അരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി, പകുതി എന്താട്ടി പഴുപ്പിക്കാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് ചക്കക്കുരു കയ്യിലെടുത്തു കേട്ടോ. എന്നിട്ട് അതാ തൊലി കളഞ്ഞതാ വാഷ് ചെയ്ത ശേഷം നമുക്ക് എന്താട്ടണം, ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പാകത്തിനങ്ങോട്ട് ഉപ്പിടണം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. അതിനുശേഷം ചക്കക്കുരൊക്കെ വെന്ത് അങ്ങോട്ട് സെറ്റായി വരുമ്പോൾ എന്താട്ടണം, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിൽ അതിലേക്കിട്ട് പാകത്തിന് ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. ആവിയിൽ വേവണ്ടേ, ഞാൻ നേരത്തെ കുറച്ച് മാത്രം നമ്മൾ ചക്കക്കുരു വേവാൻ ആവശ്യമായ വെള്ളം മാത്രമേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണ് കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചക്ക അങ്ങോട്ട് വെന്ത് കിട്ടും. അതൊക്കെ വെന്ത് വന്ന ശേഷം നമുക്ക് അടുപ്പത്തേക്കൊരു ചീഞ്ചട്ടി വെച്ചെടുക്കാം. എന്നിട്ട് ഇതാ പാകത്തിന് ഇതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ഇതാ ചെറുള്ളി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അതിലേക്കിട്ട് നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തോട്ടോ. അതിനുശേഷം നമ്മുടെ വറ്റൽമുളക് ഇടുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളകൊക്കെ കരിഞ്ഞങ്ങോട്ട് പൂട്ടോ. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് പാകത്തിന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് വിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചില്ലേ ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കിയതാ അടിപൊളി. അപ്പോൾ തനി നാടൻ സ്റ്റൈലിൽ നമ്മുടെ ചക്കപ്പേരി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ ബൈ.